ഹലോ ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എല്ലാം എടുത്ത് റെഡി ആയിട്ട് വേണം കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെരി ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ചായ എല്ലാം കുടിച്ചല്ലോ? ചായ കുടിച്ചു എന്ന് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ. യെസ്, ചായ കുടിച്ചു. കുറേ പേര് മാർക്ക് അയക്കുന്നുണ്ട്. നല്ല മാർക്ക് ഉണ്ട്, ഗുഡ് ഗുഡ്, നല്ല മാർക്ക് സ്കോർ ചെയ്ത് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കുറഞ്ഞു വരുന്ന വിഷമിക്കൊന്നും വേണ്ട. അടുത്ത എക്സാം നമ്മുടെ ആനുവൽ എക്സാമിന് അടിപൊളിയായിട്ട് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും ഇതേപോലെ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓൾ റൈറ്റ് വിഷമിക്കണ്ട. ഓക്കെ, വിഷമിക്കുക, ആരും വിഷമിക്കൊന്നും വേണ്ട. അടിപൊളിയായിട്ട് നമ്മള് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യും. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? കമന്റ് ബോക്സിൽ അങ്ങനെയാണ് റെഡി എന്നിട്ടേ. യെസ്, റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. അപ്പൊ നമ്മള് പുതിയ യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ യൂണിറ്റിന്റെ പേര് നമുക്ക് നോക്കാം അല്ലെ. ഇക്കായി പാഞ്ച് മൻസിലേ സേ പരേ. മൻസിലെ എന്ന് പറയുന്നത് എന്താണ്? നിലകൾക്കപ്പുറം എന്താണ്? മൻസിലേ സേ പരെ, നിലകൾക്കപ്പുറം എന്താണ് നമുക്ക് ഈ യൂണിറ്റിൽ നോക്കാം. അപ്പോൾ ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് മിസ് ഒരു പിക്ചർ കാണിച്ചിടാം. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് മിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? എഴുതി അറിയിക്കുക കേട്ടോ. നോക്കാം, രണ്ട് പിക്ചേഴ്സ് നോക്കിയേ. എല്ലാവരും എന്താ ചെയ്യുന്നേ? ഈ റോഡിൽ ആരാ ഉള്ളത്? റോഡിൽ ആരാണ്? ബോയ്സും ഗേൾസും ഒക്കെ അവരെന്താ ചെയ്യുന്നേ? യെസ്, സൈക്കിള് ചവിട്ടാണ്. അല്ല, ശരിയാണ്, സൈക്കിള് ചവിട്ടാണ്. നോക്ക്, കുളത്തിൽ ആരാണുള്ളത്? കുളത്തിലും ആരാണ്? യെസ്, കുട്ടികളാണുള്ളത് മിസ്. കുട്ടികളാണ്, ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. പിന്നെ ഗ്രൗണ്ടിൽ നോക്കുന്നേ, ഗ്രൗണ്ടിൽ ആരാണ്? നോക്ക്, ഗ്രൗണ്ടിൽ ആരാണ്? ഗ്രൗണ്ടിലും കുറെ കുട്ടികളുണ്ടല്ലേ. അവരെന്താ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നേ? പറഞ്ഞേ. യെസ്, ഫുട്ബോൾ കളിക്കാം അല്ലെ. എല്ലാവരും സൈക്കിൾ ചവിട്ടുന്നു അല്ലെ. സൈക്കിൾ ചവിട്ടുന്നുണ്ട്, ഇവിടെ നീന്തുന്നുണ്ട്, ഒരുപാട് പേര് കളിക്കുന്നുണ്ട് അല്ലെ. ഇവരുടെ എല്ലാം മുഖത്ത് നമുക്ക് എന്ത് കാണാം? എല്ലാവരും മുഖം നോക്കി, എല്ലാവരും നോക്കിയാ ചിരിച്ചിരിക്കുകയാണല്ലേ ഇവൻ. ചിരിച്ചിരിക്കുകയാണ്. യെസ്, ഹാപ്പിയാണ് അല്ലെ. എല്ലാവരും ഹാപ്പിയാണ്. ശരിയാണ് പറഞ്ഞത്, ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ് അല്ലെ. ഇങ്ങനെ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഇവർക്ക് എന്തായിരിക്കും ഉണ്ടാവാം? എല്ലാവരും അടച്ചിട്ടേക്കാണോ? ആണോ? അല്ല. ഇവിടെ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ, ഇവരുടെ മുഖത്ത് സന്തോഷം ഇങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ ഇവർ അടച്ചിട്ടേക്കുമായിരിക്കോ? എന്താണ്? ഫ്രീ ആയിട്ട് ഇവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കോ? എന്തായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. യെസ്, ഇവർക്ക് എല്ലാവരും ഫ്രീ ആണ്, ഹാപ്പിയാണ്. യെസ്, ഇവരുടെ എല്ലാവരും മുഖത്ത് ഈ സന്തോഷം വേണമെങ്കിൽ എന്തുകൂടെ വേണം? യെസ്, ഫ്രീഡം വേണം. യെസ്, വെരി ഗുഡ്, ഫ്രീഡം. എല്ലാവർക്കും ഫ്രീഡം ഉള്ളത് കൊണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് എല്ലാവർക്കും ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് അല്ലെ. അത് തന്നെയാണ് നമ്മളുടെ എന്താണ്? സന്തോഷത്തിന് ബേസിക് ആയിട്ടുള്ളത് അല്ലെ. വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ ചാപ്റ്ററും ഈ ഫ്രീഡത്തെ പറ്റി പറയുന്ന ഏതോ ഒരാളുടെ അല്ലെങ്കിൽ ഏതോ ഒരു കുഞ്ഞിന്റെ ഈ ഫ്രീഡം എന്താണെന്നുള്ളൊരു സംശയത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ റെഡിയാണോ എല്ലാവരും? നമ്മളുടെ 5th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ചാപ്റ്ററിലേക്ക് വേഗം തന്നെ കടക്കാം കേട്ടോ. നോക്കാം, കഹാനിയാണ്, കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേര് നോക്കാം, മുന്നോക്കി സ്വതന്ത്രത. മുന്നുവിന്റെ ഫ്രീഡം, മുന്നോക്കി സ്വതന്ത്രത എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. നോക്കൂ, എഴുതിയിരിക്കുന്നത് ഹരിശങ്കർ പർസായി ആണ്. ഹരിശങ്കർ പർസായി എന്താണ്? ഹിന്ദിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് അദ്ദേഹം. ഒരുപാട് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് കവിതകളെല്ലാം എഴുതിയിട്ടുണ്ട്. കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പൊ നോക്കാം, നമ്മളെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിക്കാം, മുന്നോക്കി സ്വതന്ത്രത. നമുക്കറിയാം അല്ലെ, സ്വതന്ത്രത, ഫ്രീഡം എന്താണെന്നുള്ളത് അല്ലെ. ഫ്രീഡം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ട് നോക്കട്ടെ. എന്നാണ് ജനുവരി 26? അതാണോ ഫ്രീഡം? അതാണോ ഇൻഡിപെൻഡൻസ് ഡേ? അത് റിപ്പബ്ലിക് ഡേ അല്ലേ? യെസ്, ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് മുന്നോക്കി സ്വതന്ത്രത എന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ കഹാനി നമുക്ക് നോക്കാം. എഴുതിയിരിക്കുന്ന നോക്കാം, ഹരിശങ്കർ പർസായി. ഹരിശങ്കർ പർസായി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുക്കാം, അടിപൊളിയായിട്ട് തന്നെ വായിക്കാം. മിസ് പറയുമ്പോൾ എന്തുകൂടി ചെയ്യാം? മീനിങ്സ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ എഴുതി പോവാ. അടിപൊളിയായിട്ട് വായിക്കണം കേട്ടോ. മിസ്സിന്റെ ഒപ്പം തന്നെ വായിച്ചു പോവാ കേട്ടോ. ഓക്കെ, നോക്കാം. മാ തും തോ കഹതി ഹോ കി ഹമേ സ്വതന്ത്രത മിൽ ഗയി ഹൈ. അമ്മേ. അപ്പൊ ആരായിരിക്കും സംസാരിക്കുന്നുണ്ടാവാ? ആരുടെ സ്വതന്ത്രതയാണ്? നമുക്കറിയാം അല്ലെ, മുന്നുവിന്റെയാണ് അല്ലെ. മുന്നു ആണ് സംസാരിക്കുന്നത്. മുന്നു പറയാണ് മാ എന്താണ്? അമ്മേ, അമ്മ അല്ലെങ്കിൽ എന്താ മോം എന്ന് പറയാണ്. തും തോ കഹതി ഹോ, അമ്മ പറയാറുണ്ട്. തും തോ നീ അല്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ. കഹതി ഹോ പറയാറുണ്ടല്ലോ. എന്താണ്? കി എന്തെന്നാൽ ഹമേ, ഹമേമാർക്കാണ്. ഹമേം ഞങ്ങൾക്കാണ് കേട്ടോ. ഹമേം
ഞങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? സ്വതന്ത്രത മിൽ ഗൈ ഹെ. സ്വതന്ത്രത നമുക്കറിയാം, സ്വതന്ത്രത എന്താണ്? യെസ്, എന്താണ്? ഫ്രീഡം ആണ്, ഇൻഡിപെൻഡൻസ് ആണ്. വെരി ഗുഡ്. സ്വതന്ത്രത മിൽ ഗൈ ഹെ, ലഭിച്ചിരിക്കുന്നു, കിട്ടിയിട്ടുണ്ടോന്ന്. അപ്പൊ മുന്നു അമ്മയോട് ചോദിക്കാണ്. അമ്മ പറഞ്ഞല്ലോ എന്താണ്? നമ്മൾക്കെല്ലാവർക്കും എന്ത് കിട്ടി? സ്വതന്ത്രത കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? ഫ്രീഡം ഇപ്പൊ മുന്നൂന് ഉണ്ടാവോ ഇല്ലയോ? അപ്പൊ സംശയങ്ങളോട് കൂട്ടി ചോദിക്കുകയാണ്. നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആയല്ലോ, സ്വതന്ത്രരായല്ലോ എന്ന് പറയാണ്. നോക്കാം. पर मैं जब आज भैया के कोट से फाउंटेन पेन निकालकर फर्श पर लिखने लगा. നോക്ക്, per പക്ഷേ, പറന്ന് ഉദ്ദേശിച്ചത് പക്ഷേ, ബട്ട് എന്നിട്ടോ അർത്ഥം വരാ. പക്ഷേ മേം ജബ്, ഞാൻ, മേം എന്താണ്? ഞാനാണല്ലേ. മേം ജബ് ആജ്, ആജ് എന്താണ്? ഇന്ന്, ടുഡേ ട്ടോ. ആജ് എന്ന് പറഞ്ഞാൽ ടുഡേ ആണ് ട്ടോ, ഇന്ന് ട്ടോ. അപ്പൊ നോക്കാം. ആജ് ഭയ്യാക്കെ കോട്ട് സേ, ചേട്ടന്റെ, ഭയ്യ ആരാണ്? ചേട്ടനാണ് അല്ലെ. ഭയ്യാക്കെ കോട്ട് സേ ഫൗണ്ടേൻ പെൻ നിക്കാൽ കർ ഫർഷ് പർ ലിഖ്നെ ലഗാ. ഫൗണ്ടൈൻ പെൻ അല്ലെ. ഫൗണ്ടൈൻ പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടൈൻ പേനയാണ് അല്ലെ. ഫൗണ്ടൈൻ പേന കൊണ്ട് നിക്കാൽ കർ, എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് എന്താ? പുറത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഫർഷ് പർ ലിഖ്നെ ലഗാ. ഫർഷ് എന്താ മക്കളെ? ഫർഷ് എന്താണ്? ഫർഷ് എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. എല്ലാവരുടെയും മീനിങ്സ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഫർഷ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഇട്ടെ. എന്താണെന്ന് നോക്കട്ടെ. യെസ്, നിലമാണ്, നിലത്ത് അല്ലെ. ആ ചേട്ടന്റെ എന്താണ്? കോട്ടിൽ നിന്ന് ഫൗണ്ടൈൻ പേന ഞാൻ എടുത്തിട്ട് നിലത്ത് ലിഖ്നെ ലഗാ. ലിഖ്ന എന്താണ്? എഴുതാൻ തുടങ്ങിയപ്പോ, വെരി ഗുഡ്, എഴുതാൻ തുടങ്ങിയപ്പോ തബ് തും നാരാസ് ഹോഗേ. അപ്പോൾ തബ് തും, തും ആരോടാ പറയുന്നേ? മുന്നു ആരോടാ പറയുന്നേ? അമ്മയോടാണ് അല്ലെ. पर मैं जब आज भैया के कोट से फाउंटेन पेन निकाल कर फर्श पर लिखने लगा. ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞ എന്താണ്? അമ്മയെ നമുക്ക് സ്വതന്ത്രം കിട്ടിയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം കിട്ടിയല്ലോ എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്ന് ചേട്ടന്റെ എന്താണ്? കോട്ടിൽ നിന്ന് ഫൗണ്ടൈൻ പേന എടുത്ത് നിലത്തെഴുതിയപ്പോ, ഫർഷ് പർ, ഫർഷ് എന്താണ്? നിലത്താണ്. അപ്പൊ നിലത്ത് എഴുതിയപ്പോ, ലിഖ്നെ ലഗാ, എഴുതാൻ തുടങ്ങിയപ്പോ, തബ് തും നാരാസോഗെ, അമ്മ അപ്പോൾ എന്തായി? നാരാസോഗെ, ദേഷ്യായി, ആംഗ്രി ആവാ, അല്ലെങ്കിൽ എന്താ? വിഷമാവാ, അല്ലെങ്കിൽ എന്താ? അപ്സെറ്റ് ആവാ. ആംഗ്രി അല്ലെങ്കിൽ അപ്സെറ്റ് എന്നാണ് അർത്ഥം വരാം. അപ്പൊ എന്താ? അമ്മ നാരാസോഗെ, അമ്മ വിഷമിച്ചു. മുന്നു എന്താണ്? ഫ്രീ ആയിട്ട് തന്റെ ഇൻഡിപെൻഡൻസ് എന്താണ്? ആഘോഷിക്കാൻ വേണ്ട എന്താണ്? ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ. ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ അതല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതാണ് ഫ്രീഡം അല്ലെ. അപ്പൊ എന്താ? മുന്നു തന്റെ ഫ്രീഡത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? അതെടുത്ത് ഇങ്ങനെ നിലത്ത് എഴുതിയപ്പോ അമ്മ എന്ത് സംഭവിച്ചു? അമ്മയുടെ മുഖത്ത് എന്ത് കൊണ്ടു? നാരാസോഗി, അമ്മക്ക് സങ്കടായി എന്നാണ് പറയുന്നത്. ഓർ കലം ചീൻലി, എന്നിട്ട് എന്താ അമ്മ എന്താ ചെയ്തത്? കലം, കലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കലം അല്ല കേട്ടോ. ഹിന്ദിയിലെ കലം എന്താണ്? പേനയാണ് അല്ലെ. പേന ചീൻലി, പിടിച്ചെടുക്കുക അല്ലെങ്കിൽ പിടിച്ചു പറിക്കാന്നോ, അല്ലെങ്കിൽ എന്താ? അമ്മ അവന്റെ കയ്യിൽ തട്ടിയെടുത്തു. ചീന മതലബ് എന്താ? തട്ടിയെടുക്കാം. നമ്മളായാലും നമ്മുടെ കുഞ്ഞു കുട്ടികൾ നമ്മൾ എന്താ? നിങ്ങളല്ലാത്തല്ല, നിങ്ങൾ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? അവന്മാര് എന്താ? നമ്മളോട് അറിയാണ്ട് പറയാണ്ടൊക്കെ ഒരു സാധനം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യും? തട്ടി കുറച്ച് ഇങ്ങനെ എടുക്കുക അല്ലെ. അതുപോലെ അമ്മ എന്ത് ചെയ്തു? ഇവൻ ഇങ്ങനെ എഴുതുന്ന കണ്ടപ്പോ എന്താക്കി? ഈ പേര അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പടിച്ചെടുത്തു. അപ്പൊ അമ്മയാ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ടും അമ്മ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ആര് ചോദിക്കാണ്? ആരാ ചോദിക്കുന്നത്? നമ്മളെ മെയിൻ ക്യാരക്ടർ ആരാണ്? പോരട്ടെ, മെയിൻ ക്യാരക്ടർ ആരാണ്? യെസ്, കമന്റ് ബോക്സിൽ പോരട്ടെ. ആരാണ്? യെസ്, മുന്നു ആണ് അല്ലെ. ഇതാണ് നമ്മുടെ മുന്നു അല്ലെ. മുന്നു ആണ് അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ മുന്നു ഓർ മായാണ് മെയിൻ ആയിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത് കേട്ടോ. അപ്പൊ എന്താ? മുന്നു ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് അമ്മ എന്താ നാരാസ് എന്തിനാണ് ആയത്, അല്ലെങ്കിൽ അമ്മ എന്തിനാണ് ദേഷ്യപ്പെട്ടത്, അമ്മ എന്തിനാണ് അപ്സെറ്റ് ആയെന്നാണ് മുന്നു ചോദിക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് നോക്കാം കേട്ടോ. और रात को जब मैंने गरम दूध पिया ना पिया तब तुमने डांट कर कहा पी नहीं तो एक तमाचा लगेगा और कटोरे मुंह से लगा दिया. അപ്പൊ എന്താ? ഒരു ഇൻസിഡന്റ് ആദ്യം പറഞ്ഞു. എന്താണ്? ചേട്ടന്റെ പേന കൊണ്ട് നിലത്ത് എഴുതിയപ്പോ അമ്മക്ക് വിഷമായി, അല്ലെങ്കിൽ അമ്മ അപ്സെറ്റ് ആയി. ഒരു കാര്യം അത് പറഞ്ഞു. പിന്നെ നോക്കൂ, ഓർ രാത്ത്, ഓർ എന്താണ്? ആൻഡ് ആണ്. ഓർ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ആൻഡ് രാത്രി എന്താക്കി? രാത്കോ, രാത്രി, രാത്കോ ജബ് മേനെ, രാത്രിയിൽ ഞാൻ എന്താണ്? ഗരം ദൂത് നാ പിയ. എന്താ ഗരം ദൂത്? എന്താണ്? ചൂട് പാൽ. ഗരം മത്ലബ് ചൂടാണ്. ചൂട് പാൽ എന്താണ്? ദൂത് എന്ന് വെച്ചാൽ പാലാണ്, നമുക്കറിയാം അല്ലെ. ദൂത് നാ പിയ, ദൂത് നാ പിയ. പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കുക എന്നാണ്. ഏതെങ്കിലും ക്രിയ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് മുൻപില് നാ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അർത്ഥം നോ എന്ന് വരും. അല്ലെങ്കിൽ എന്താ? ഞാൻ എന്താ
ചൂട് പാല് കുടിക്കാതെ ഇരുന്നപ്പോ തബ് തുമ്നെ അപ്പോൾ അമ്മ ഡാണ്ട് കർ കഹ, ഡാണ്ട് കർ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? പീ നഹീ തോ ഏക് തമാശ ലഗേഗ, പീ നഹീ തോ കുടിച്ചില്ലെങ്കിൽ, പീ നഹീ തോ കുടിച്ചില്ലെങ്കിൽ എന്ത് തരും എന്ന് പറഞ്ഞേ? ഏക്ക് തമാശ ലഗേഗ, ഒരു തല്ലങ്ങ് വെച്ച് തരും എന്ന് പറഞ്ഞ, ഒരു അടി തരും നിനക്കെന്ന് പറഞ്ഞ. അമ്മയെ നമ്മളോട് പീഡിപ്പിക്കുക അല്ലെ. ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ തല്ലും എന്നൊക്കെ പറയും. പക്ഷെ തല്ലാൻ പാടില്ല അല്ലെ. എന്നാലും നമ്മൾ പേടിപ്പിക്കല്ലേ, പറഞ്ഞു അടി കൊള്ളും കേട്ടോ നിനക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുന്നൂന്റെ അമ്മ എന്താ പറഞ്ഞ, നീ പാല് കുടിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി നിനക്ക് കൊള്ളും എന്ന് പറയുവാണ്. ഓർ കട്ടോര മുഹസെ ലഗാദിയ, എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? എങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കട്ടോര, കട്ടോര എന്ന് പറഞ്ഞ സ്പൂൺ അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു സ്പൂണ്. ആ സ്പൂൺ എന്ത് ചെയ്തു? എന്താ വായിലേക്ക് വെച്ചു. മൂസെ ലഗാദിയ, വായിലേക്ക് അങ്ങനെ വെച്ചു. അല്ലെങ്കിൽ എന്താ പാല് കട്ടോര അല്ലെങ്കിൽ എന്താ സ്പൂൺ അല്ലെങ്കിൽ ചെറിയൊരു കിണ്ണം എന്നൊക്കെ പറയില്ലേ, ചെറിയൊരു പാത്രം. അപ്പൊ എന്താ ചെറിയ പാത്രത്തിലുള്ള പാൽ എന്താക്കി വായിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്ത് പറഞ്ഞു? കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു അമ്മ പറഞ്ഞു അല്ല. അപ്പൊ എന്താ ആദ്യം പറഞ്ഞു ചേട്ടന്റെ പേനയും കൊണ്ട് ഞാൻ എഴുതിയപ്പോ അമ്മ എന്നെ ദേഷ്യപ്പെട്ടു. പിന്നെന്താണ് പാല് കുടിക്കില്ല. അതെന്താ സ്വതന്ത്രത കിട്ടിയെന്ന് പറഞ്ഞിട്ട് മുന്നൂന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ അമ്മ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നാണ് ശരിക്കും ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. കട്ടോർ എന്ത് ചെയ്തു? വായിലേക്ക് കുത്തിക്കരുടോ, എന്താ കുടിക്ക് അല്ലെങ്കിൽ എന്ത് കൊള്ളും അടി കൊള്ളും എന്ന് പറഞ്ഞു. അടീനെ എന്താ നമ്മൾ ഇവിടെ പഠിച്ച പുതിയ വാക്ക് പഠിച്ചത് നമ്മള് എല്ലാരും കമന്റ് ബോക്സിൽ നിന്നിട്ടെ പോരട്ടെ. നമ്മള് എന്താ കവളത്തടിക്കുക അല്ലെങ്കിൽ എന്താ അടികൊള്ളം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പുതിയ വേർഡ് നമ്മൾ പഠിച്ചല്ലോ. അത് ഏതാ വേർഡ് എന്ന് പറഞ്ഞ എല്ലാവരും നോക്കട്ടെ. തമാശ. ഗുഡ്. തമാശ ലഗേഗ, അടികൊള്ളും എന്ന് പറയാണ്. അടുത്ത് നോക്കാം. जब मैं सवेरे सड़क पर खेलने चला गया तो तुमने नौकर से पकड़ मंगवाया और कहा. എന്നിട്ട് വേറൊരു ഇൻസിഡന്റ് പറയാണ്. മുന്നൂ പറയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മ പറഞ്ഞിട്ടും ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴും അമ്മ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഓരോ ഇൻസിഡന്റ് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്ക്. ജബ് മേ എപ്പോഴാണോ ഞാൻ, മേം നമുക്കറിയാം അല്ലെ ഞാൻ, എപ്പോഴാണോ ഞാൻ സവേരെ, സവേരെ എന്താണ് രാവിലെ അല്ലെ, രാവിലെ സടക്ക് പർ ഖേൽനെ ചലാ ഗയാ. സടക്ക് എന്താണ്? റോഡാണ് അല്ലെ. എന്തേ പിക്ചറിൽ കാണുന്ന പോലെ റോഡിൽ ഞാൻ രാവിലെ കളിക്കാൻ പോയപ്പോ, ഖേൽന എന്താണ്? കളിക്ക അല്ലെ. കളിക്കാൻ പോയപ്പോ തോ തുമ്നെ നൗകർ സെ പക്കഡ് മംഗ്വായ. തോ തും ഞാൻ പോയപ്പോ അമ്മ എന്താ ചെയ്തത്? നൗകർ സെ പക്കഡ് മംഗ്വായ. നൗക്കർ ജോലിക്കാരനോട് അല്ലെങ്കിൽ എന്താ വേലക്കാരനോട് പറഞ്ഞു എന്താണ്? അവനെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ എന്റെ ഇഷ്ടത്തിന്, എന്റെ സ്വതന്ത്രത, എന്റെ ഫ്രീഡത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കളിക്കാൻ പോയപ്പോ എന്താ ചെയ്തത്? നൗകർ സെ പക്കഡ് മംഗ്വായ. നൗക്കറിനെ വിട്ടിട്ട് എന്നെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞേന്ന് അവൻ ചോദിക്കുകയാണ്. അവനെന്താ സ്വതന്ത്രതയുണ്ടല്ലോ, ഫ്രീഡം ഉണ്ടല്ലോ, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ കളിക്കാൻ പോയി, അമ്മ എന്തിനാണ് ഇങ്ങനെ ജോലിക്കാരനെ വിട്ട് എന്നെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത് എന്നവൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞ കാര്യം പറയുന്നത് കേട്ടോ. സടക്ക് പർ ഗയാ തോ ടാങ് തോട് ദൂങ്കി. സടക്ക് പർ ഗയാ തോ ടാങ് തോട് ദൂങ്കി. സടക്ക് അല്ലെങ്കിൽ എന്താണ് റോഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടാങ്ക് തോട് തൂങ്കി നിന്റെ കൈയും കാലും തല്ലി ഓടിക്കും എന്ന് പറയാണ്. പേടിപ്പിക്കാൻ ചെയ്യുന്നില്ല, കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും എന്ന് പറയാണ്. ബലാ യഹ്ബി കോയി സ്വതന്ത്രത ഹേ. അപ്പൊ ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെല്ലാം പറയുന്നത് ശരിക്കും ഇതൊക്കെയാണോ സ്വതന്ത്രത എന്ന് അമ്മ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോ കുഞ്ഞിനറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നെല്ലാം അറിയാം, അമ്മയും അച്ഛനും പറഞ്ഞ് അതെല്ലാം മുന്നുവിന് അറിയാം. പക്ഷെ മുന്നു ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോ അമ്മ എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത്, ദേഷ്യപ്പെടുന്നത്, എന്നെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. പക്ഷെ മുന്നു ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണോ? ആണോ കമന്റ് ബോക്സിൽ ഇട്ടെ. നല്ല കാര്യങ്ങളാണോ? അല്ല അല്ലെ. അപ്പൊ എന്താ കുറുമ്പെടുക്കുകയാണ് അല്ലെ. പക്ഷെ കുഞ്ഞെപ്പോഴെന്താ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആലോചിച്ച് എന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയാണ് ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ നോക്കാം. സടക്ക് പർ ഗയാ തോ ടാങ് തോട് ദൂങ്കി. നീ റോഡിലെങ്ങാനും പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്? നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കുന്നു പറയാണ്. നല്ല തല്ല് കൊള്ളും നിനക്ക്, നല്ല അടി കൊള്ളുന്നല്ലേ പറയുവാണ്. അപ്പൊ നോക്കാം. ബലാ യഹ്ബി കോയ് സ്വതന്ത്രത ഹേ. അപ്പൊ ശരിക്കും ഇതാണോ സ്വാതന്ത്ര്യം എന്ന് ചോദിക്കാണ്. അടുത്ത് നോക്കാം. അതെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സടക്ക് പർ ഖേൽന ഇസ്സേ ആപ് സഹമത് ഹൈ. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സഹമത് മത്ലബ് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സടക്ക് പർ ഖേൽന, അതായത് റോഡിൽ കളിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്റെ മക്കൾ യോജിക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ യെസ് എന്ന് ഇടാ, അല്ലെങ്കിൽ നോ എന്നിട്ടാ. കമന്റ് ബോക്സിൽ ഒരു മിസ് ഒന്ന് കാണട്ടെ. നോ 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 നോ, എല്ലാവരും നോ. ശരിയാണല്ലേ. സടക്ക് പർ ഖേൽന, റോഡിൽ കളിക്കാന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ചോദിച്ചിരിക്കുന്നു ക്യോം, എന്തുകൊണ്ട്. ക്യോം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ്. ശരി, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ യോജിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ശരി മിസ് സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേ, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്, എന്തായിരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ നോ എന്ന് പറഞ്ഞത്? മിസ് ചോദിക്കുവാണ് എന്താണ്, ശരിക്കും കളിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിംസ് എല്ലാം കളിക്കാറുണ്ടോ? തെറ്റാണോ? തെറ്റാണോ അല്ലയോ? അല്ല. അങ്ങനെയാണ് ഈ സടക്ക് പർ ഖേൽന, റോഡിൽ കളിക്കുന്നത് തെറ്റാണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞു തെറ്റാണെന്ന്. ശരി, അപ്പൊ അതിന് കാരണം ശരിക്കും റോഡ് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, റോഡ് എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് ഇങ്ങനെയുള്ള വണ്ടികൾക്കെല്ലാം പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റോഡിൽ എന്തുണ്ടാവാം? നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കളിക്കുമ്പോ എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. അത് തന്നെയാണ് നമ്മുടെ റീസൺ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അത് തന്നെയാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ വരുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് വേഗം തന്നെ പാഠഭാഗത്തിലേക്ക് പോകാം. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ഈ എനർജി കീപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. आज सवेरे जब मैं पैंट पहनने से इनकार कर दिया और कहा मैं पैंट नहीं पहनूंगा, मैं स्वतंत्र हूँ. അപ്പൊ നോക്ക്, ആജ് സവേരെ, വീണ്ടും സവേരെ വന്നിരിക്കും. സവേരെ എന്താണ്? രാവിലെയാണ് അല്ലെ. ആജ് സവേരെ, അപ്പൊ ആജ് എന്താണ്? टुडे ആണ്. आज सवेरे जब मैंने पैंट पहनने से इनकार कर दिया. आज सवेरे എന്താണ്? ഇന്ന് രാവിലെ. ജബ് मैं എപ്പോഴാണോ ഞാൻ, ഞാൻ പാൻറ് പെഹന്നെ, പാൻറ് അല്ലെ, പാൻറ് നമ്മൾ ഇടുന്ന പാൻറ് അല്ലെ, പാൻറ് പെഹന്നെ, പെഹന്നെ എന്ന് പറഞ്ഞാൽ ധരിക്കുക, ഉടുക്കാന്നൊക്കെ പറയില്ലേ, ഇടുക എന്നൊക്കെ പറയില്ലേ, പാൻറ് ഇടാനായിട്ട്. ഇൻകാർ കരുതിയ, ഇൻകാർ എന്ന് പറഞ്ഞാൽ നിരസിക്കുക, അല്ലെങ്കിൽ എന്താ, വേണ്ട എന്ന് പറയുക, അല്ലെങ്കിൽ എന്താണ്, റിജക്ട് ചെയ്യുക. ഞാൻ പാൻറ് ഇടില്ല എന്ന് കുട്ടി പറഞ്ഞപ്പോ കരുതിയാത്തോ ഓറെ എന്താ കഹ, എന്നിട്ട് പറഞ്ഞു എന്താ, അവൻ പറഞ്ഞു, മുന്നു പറഞ്ഞ കാര്യമാണ് കേട്ടോ. മേം പാൻറ് നഹി പെഹനൂങ്ക, ഞാൻ പാൻറ് ധരിക്കില്ല. നഹി പെഹനൂങ്ക, ധരിക്കില്ല. നഹി നോയാണ്. അപ്പൊ നമുക്ക് നായും നഹിയൊക്കെ എന്താണ്? നോയാണ്. വെരി ഗുഡ്. അപ്പൊ എന്താണ്? മേ പാൻറ് നഹി പെഹനൂങ്ക, മേ സ്വതന്ത്ര ഹൂ, ഞാൻ ആരാണ്? ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ഫ്രീ ആയിട്ടുള്ള ഒരു ആളാണ്, ഞാൻ എന്താ, ഇൻഡിപെൻഡന്റ് ആണ് അമ്മേ, ഞാൻ പാൻറ് ഒന്നും ഇടില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഞാൻ പാൻറ് ഒന്നും ഇടില്ല എന്ന് പറയാണ്. അപ്പൊ നോക്ക്, മേ നംഗേ ഹി ഖേലൂങ്ക, ഞാൻ എന്താ, നംഗേ ഹി ഖേലൂങ്ക, ഞാൻ ഡ്രസ്സ് ഒന്നും ഇടാതെ കളിക്കുള്ളൂ എന്ന് പറയാം. കുഞ്ഞാണേ അവൻ, എന്താ കുഞ്ഞാണ് അവൻ. അപ്പൊ എന്താ, ഞാൻ ഡ്രസ്സ് ഇടില്ല, എനിക്ക് ഡ്രസ്സ് ഇടണ്ട, ഞാൻ ഡ്രസ്സ് ഇടാണ്ടേ കളിക്കുള്ളൂ, ഫുട്ബോൾ കളിക്കുള്ളൂ, ക്രിക്കറ്റ് കളിക്കുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പൊ നോക്ക്, തബ് തുമ്നെ ജബർദസ്തി മുझे പാൻറ് പെഹനാ ദിയ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? തബ്, അപ്പോൾ അമ്മ എന്ത് ചെയ്തു? തുമ്മനെ, നിങ്ങള്. ഇവിടെ തുമ്മ ആരാണ്? മുന്നു ആയിരിക്കുമോ, അമ്മയായിരിക്കുമോ, മായായിരിക്കുമോ? ആരായിരിക്കും? മുന്നു ആയിരിക്കുമോ, മായായിരിക്കുമോ? 1 ആയിരിക്കുമോ, 2 ആയിരിക്കുമോ? ആരാ പറയുക? യെസ്, 1 ആണ് അല്ലെ. അപ്പൊ 1 ആണോ? 1 ആണെന്ന്. ഓക്കെ, 2 ആണ് അല്ലെ. അമ്മനോടാണ് നമ്മൾ മുന്നു പറയുന്നത് അല്ലെ. അപ്പൊ എന്താ, തബ് തുമ്നെ ജബർദസ്തി മുझे പാൻറ് പെഹനാ ദിയ. അപ്പോ ഞാൻ പാൻറ് ധരിക്കില്ല, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ഡ്രസ് ഇടാണ്ടേ ക്രിക്കറ്റ് കളിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞപ്പോ തബ് തുമ്നെ, അപ്പോൾ അമ്മ എന്താ, ജബർദസ്തി. ജബർദസ്തി എന്താണ്? ബലമായി. ജബർദസ്തി ബലമായിട്ട്, ബലമായി. ജബർദസ്തി ബലമായിട്ട് മുझे പാൻറ് പെഹനാ ദിയ, എന്നെ എന്താ, ജബർദസ്തി സെ, എന്നെ ബലമായിട്ട് എന്ത് ധരിപ്പിച്ചു? പാൻറ് പെഹനാ ദിയ, പാൻറ് ധരിപ്പിച്ചു എന്ന് പറയാണ്. കുഞ്ഞു കുട്ടിയാണ്, ആളെന്താ പറയുന്നത്? ഞാൻ പാൻറ് ധരിക്കില്ല, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുള്ളൂ എന്നെല്ലാം പറയാണ്. ശരിക്കും മുന്നേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇതെല്ലാം എന്താണ്, റിജക്ട് ചെയ്യുന്നത്, വേണ്ടാന്നെല്ലാം പറയുന്നത്. പക്ഷേ കുഞ്ഞിന്റെ മനസ്സിൽ എന്താണ്, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, അതാണ് സ്വതന്ത്രത എന്നാണ് കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം, അടുത്ത സെന്റൻസ് നോക്കാം. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा तब तुमने पुस्तक छीन ली. അപ്പൊ എന്ത് ചെയ്തു? മേ ജബ്, എപ്പോഴാണോ ഞാൻ, ഭയ്യാക്കി ചേട്ടന്റെ, തസ്വീറോ വാലി, തസ്വീർ എന്താണ്? പിക്ചേഴ്സ് ഉള്ള, പിക്ചേഴ്സ് ഉള്ള മോട്ടി പുസ്തകം, ചേട്ടന്റെ പിക്ചേഴ്സ് ഉള്ള മോട്ടി പുസ്തകം എന്താണ്? എൻസൈക്ലോപീഡിയ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ആയിരിക്കും അല്ലെ. ചേട്ടന്റെ പിക്ചേഴ്സ് എല്ലാം ഉള്ള വലിയൊരു ബുക്ക്. മോട്ടി നല്ല എന്താ, വണ്ണമുള്ള നല്ല കട്ടിയുള്ള ബുക്ക് എന്താണ്?
ധ്യാൻ സേ ദേഖ്നെ ലഗ. ധ്യാൻ സേ, ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ, ശ്രദ്ധിച്ച് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തബ് തുമ്നെ, അപ്പോൾ അമ്മ, തബ് തുമ്നെ എന്ത് ചെയ്തു? പുസ്തക ചീൻലി, പുസ്തകം തട്ടിയെടുത്തു. ചീന്ന മതലം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പെൻ എന്ത് ചെയ്തു? ചീൻലി. ചീൻലി എന്താണ്? യെസ്, തട്ടിയെടുത്തു വരിക്കും. അപ്പൊ എന്താണ്? അപ്പോ പുസ്തകം എന്ത് ചെയ്തു? തട്ടിയെടുത്തു എന്ന് പറയാണ്. ഓർ മുജെ ഡാണ്ട, അമ്മ എന്ത് ചെയ്തു? ഓർ മുജെ ഡാണ്ട, വഴക്ക് പറഞ്ഞു. ഡാണ്ട മൊത്തം എന്താ? വഴക്ക് പറയാ. അപ്പൊ അമ്മ എന്ത് ചെയ്തു? എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയാണ്. മേനെ ഉസ്മേ ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയെ ഫാടി തി. പറയാണ് മേനെ, ഞാന് എന്താ? ഉസ്മേസെ, അതിൽ നിന്നും, ഉസ്മേസെ അതിൽ നിന്നും, ഏക് ഹി ഒരേ ഒരു, ഏക് ഹി ഒരേ ഒരു, തസ്വീർ തോ അപ്നെ ലിയെ ഫാടി തി, ഞാൻ അതിൽ നിന്ന് ആകെ ഒരു പേജ് മാത്രമേ എന്താണ് എനിക്ക് വേണ്ടിയിട്ട് കീറിയുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രമേ എനിക്ക് വേണ്ടി കീറിയുള്ളൂ. അതാ അമ്മ എന്നെ വഴക്ക് പറഞ്ഞെന്ന് പറയാം. അപ്പൊ എന്താ? കുട്ടിയുടെ നിഷ്കളങ്കം നമുക്ക് അവിടെ കാണാം അല്ലെ, പക്ഷെ ചെയ്തെന്താണ്? കുരുത്തക്കേടാണ് അല്ലെ. അപ്പൊ എന്താ? അതുകൊണ്ട് തന്നെ അമ്മ വഴക്ക് പറഞ്ഞു, നമുക്കറിയാം. പക്ഷെ എന്താ? ആള് പറയുന്നത് എന്താണ്? എനിക്ക് സ്വതന്ത്രത കിട്ടി, അല്ലെങ്കിൽ എന്താ, എനിക്ക് ഫ്രീഡം കിട്ടി, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ ചെയ്യുന്നല്ല എന്താണ്? കുരുത്തക്കേടാണ് അല്ലെ. ശരി, അപ്പൊ നോക്കാം. മേനെ ഉസ്മേസെ ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയെ ഫാടി തി, ഞാൻ അതിൽ നിന്ന് എനിക്കായിട്ട്, അപ്നെ ലിയെ എനിക്കായിട്ട് ആകെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രമേ കീറിയെടുത്തുള്ളൂ. ഫാഡ്ന മത്ലബ് കീറുക, കീറിയെടുത്തുള്ളൂ എന്ന് പറയാണ്. നോക്കാം. അപ്പൊ ഒരു ചോദ്യം ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പേജിലായിട്ട് ഒരു ചോദ്യം വരുന്നത് നോക്കൂ. മേനെ ഉസ്മേസെ ഏക് ഹി തസ്വീർ അപ്നെ ലിയെ ഫാടി തി, ഞാൻ അതിൽ നിന്ന് ആകെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രമേ എനിക്കായിട്ട് ഞാൻ കീറി എടുത്തുള്ളൂ. ഇസ്സേ ബच्चे की कौन सी വിശേഷത समझ सकते हैं, ഇതിൽ നിന്നും കുട്ടിയുടെ എത്തരത്തിലുള്ള വിശേഷത അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കൂ. അപ്പൊ എന്താ? കുട്ടികൾ ഇങ്ങനെ എന്താ അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ കീറെടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എടുക്കുക, നിങ്ങളും ചെയ്തിട്ടുണ്ടാവും അല്ലെ. എന്താ? കുഞ്ഞു കുഞ്ഞു കല്ലുകളായാലും കുറെ എന്താണ് പിക്ചേഴ്സ് ആയാലും നമ്മൾ എന്താ കളക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്താ? ഇനി നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്? കുട്ടിയുടെ എന്തൊരു പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത്? നമുക്ക് എല്ലാവരും കമന്റ് ബോക്സിൽ നിന്ന് ഇട്ടേ. കുട്ടിയുടെ എന്ത് സ്പെഷ്യാലിറ്റിയാണ്? കുട്ടികളാവുമ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ എന്തായിരിക്കും സ്പെഷ്യാലിറ്റി ഉണ്ടാവാം? യെസ്, കളക്ഷൻ അല്ലെ. യെസ്, വെരി ഗുഡ്. കളക്ഷൻ, നമുക്ക് കളക്ഷൻ ഉണ്ടാവും അല്ലെ. കോയിൻ കളക്ഷൻ ഉണ്ടാവും, സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാവും അല്ലെ. യെസ്, വെരി ഗുഡ്. അപ്പൊ കുട്ടികളുടെ കളക്ഷൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള ആ ഒരു എന്താണ് ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ, ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത സെക്ഷനിലേക്ക് പോവാം കേട്ടോ. നോക്കാം. मैं जब बाबूजी की दावत की स्याही से अपनी कमीज को रंग कर झंडा बनाने लगा തബ് തുമ്നെ ദോ തമാശെ ജഡ് ദിയെ. അപ്പോ ഇങ്ങനെ വന്നപ്പോ വേറൊരു ഇൻസിഡന്റ് പറയാണ്. മേ ജബ്, എപ്പോഴാണോ ഞാൻ, ബാബുജിക്ക്, ബാബുജി എന്ന് ഉദ്ദേശിക്കുന്നത് ഫാദർ ആണ് കേട്ടോ, അച്ഛന്റെ, ദാവാത്ത് കി, ദാവാത്ത് എന്താണ്? മഷിക്കുപ്പി, ഇങ്ക് പോട്ടാണ് കേട്ടോ. ദാവാത്ത് എന്താണ്? ഇങ്ക് പോട്ടാണ്. ഇങ്ക് പോട്ടിൽ നിന്ന് സ്യാഹീസെ അപ്നെ കമീസ്കോ, സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്കാണ് കേട്ടോ. മിസ് വായിക്കുമ്പോ കൃത്യമായിട്ട് നിങ്ങളും വായിച്ചു പോകാം. മീനിങ്സ് എല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് മിസ്സേ, ഉണ്ട്. ശരി കേട്ടോ. ഓക്കെ. അപ്പോ മേ ജബ് ബാബുജി की दावत की स्याही से अपनी कमीज को रंग कर झंडा बनाने लगा. നോക്ക്. മേ ജബ്, എപ്പോഴാണോ ഞാൻ, ബാബുജി ആരാണ്? അച്ഛന്റെ, ദാവാത്ത് കി, ദാവാത്ത് എന്താണ് ദാവാത്ത്? നമ്മൾ ഒന്ന് പറഞ്ഞു, ഒരു പ്രാവശ്യം ഒന്ന് മിസ് പറഞ്ഞു. എന്താ ദാവാത്ത് എന്ന് എല്ലാവരും പറഞ്ഞേ? ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞേ. യെസ്, ഇങ്ക് പോട്ടാണ് അല്ലെ. ഇങ്ക് പോട്ടിൽ നിന്ന് സ്യാഹീസെ, സ്യാഹി ഇങ്ക് ആണ്. ദാവാത്ത് കി സ്യാഹി മത്ലബ് എന്താണ്? ഇങ്ക് പോട്ടിലെ ഇങ്ക് അല്ലെങ്കിൽ മഷിക്കുപ്പിയിലെ മഷി. മഷിക്കുപ്പിയിലെ മഷി വെച്ചിട്ട് അപ്നി കമീസ് കോ, തന്റെ, അപ്നി സ്വന്തം, അപ്പിനി കമീസ് കോ, കമീസ് എന്താണ്? ഈ ധരിച്ചിരിക്കുന്നത്, കുട്ടി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടോ? കുർത്ത എന്നൊക്കെ പറയില്ല, അതാണ് കമീസ് കേട്ടോ. അപ്പൊ എന്താ? കമീസ് കോ രംഗ് കർ, കളർ അടിച്ചുകൊണ്ട്, രംഗ് കർ നിറം കൊടുത്തുകൊണ്ട്, ഝണ്ട ബനാനേ ലഗ. ഝണ്ട എന്താ കുട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഝണ്ട. ഝണ്ട എന്താണ്? ഫ്ലാഗ് ആണല്ലേ. ഒരു ഫ്ലാഗ്, അവന് വേണ്ടിയിട്ടൊരു ഫ്ലാഗ് അവന് എവിടെയാ ധരിക്കുന്നത്? അവന്റെ ഡ്രസ്സിലേക്ക്, അവന്റെ കമീസിൽ കളർ കൊടുത്തുകൊണ്ട് ഒരു ഫ്ലാഗ് അങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് കരുതിയപ്പോ എന്താ സംഭവിച്ചത്? അമ്മ എന്ത് കൊടുത്തു? തുമ്നെ ദോ തമാശെ ജഡ് ദിയെ. അമ്മ 2 അടിയും കൊടുത്തു. പാവം എന്താ ചെയ്തത്? നിഷ്കളങ്കമായിട്ട് അവൻ എന്താ ചെയ്തത്? എന്റെ കുഞ്ഞുങ്ങളെ എന്താ ചെയ്തത്? ആളോ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഇല്ല. ആരെങ്കിലും മറിച്ചിട്ടോ? ഇല്ല. ആൾ തള്ളിയിട്ടോ? ഇല്ല. ആരെങ്കിലും പിടിച്ച് പിച്ചിയോ? ഇല്ല.
ആളെന്താ ചെയ്തത്? സ്വന്തം ഡ്രസ്സില് അച്ഛന്റെ മഷിക്കുപ്പിന്ന് കുറച്ച് മഷിയെല്ലാം എടുത്ത് അവൻ എന്ത് ചെയ്തു? അവന് കുറച്ച് മഷിയെല്ലാം തേച്ച് അവൻ എന്ത് ചെയ്യാൻ നോക്കി? ഒരു झंडा, ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ നോക്കി. ആളത് മാത്രമേ ചെയ്തുള്ളൂ. എന്നിട്ടാണ് അമ്മ എന്ത് കൊടുത്തത്? തുമ്നെ ദോ തമാശ വെച്ചെടുത്തി, 2 അടി അങ്ങ് വെച്ച് കൊടുത്തത്. എന്തെങ്കിലും ചെയ്തോ കുഞ്ഞ്? ഇല്ല. ആണോ? അമ്മ കഷ്ടപ്പെട്ട് ഇസ്തിരി എല്ലാം ഇട്ട് കഴുകി ഇസ്തിരി എല്ലാം ഇട്ട് വെച്ച അലമാരില് നല്ല കുട്ടപ്പനാക്കി വെച്ച കമീസ് എടുത്ത് അവൻ എന്താ ചെയ്തു? അവൻ അതിർത്ത് അങ്ങനെ എന്താക്കി? കളർ എല്ലാം പഠിച്ച് झंडा, ഒരു ഫ്ലാഗ് ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ കൊടുക്കണ്ടേ 2 എണ്ണം? വേണ്ടെന്ന് വല്ല, ഞാൻ വെറുതെ പറഞ്ഞു, അങ്ങനെ തല്ലാനൊന്നും പാടില്ല. പക്ഷെ എന്താണ്, അമ്മ 2 അടി വെച്ച് കൊടുത്തു. അവന്റെ മുന്നൂന്റെ അമ്മ 2 അടി അങ്ങ് വെച്ച് കൊടുത്തു. തല്ലാനൊന്നും പാടില്ല കേട്ടോ. എന്നല്ല എന്താ, അവന്റെ അമ്മ എന്ത് കൊടുത്തു? 2 അടി കൊടുത്തു എന്ന് പറയാണ്. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും ആൾക്ക് വിഷമായി. ആളെന്താ പറയുന്നേ? ഞാൻ ഫ്രീഡം കിട്ടിയിട്ട് അമ്മ എന്തിനാണ് എന്നെ തല്ലുന്നേ, ഉപദ്രവിക്കുന്നേ, അല്ലെങ്കിൽ എന്താ ചീത്ത പറയുന്നതെല്ലാം അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോ എന്താ, झंडा ഉണ്ടാക്കിയോ 2 അടി അങ്ങ് കിട്ടി. क्या तुमने मेरे झंडे का अपमान नहीं किया? അപ്പൊ മുന്നേ ചോദിക്കാണ്, क्या तुमने मेरे झंडे का अपमान नहीं किया? അമ്മ ഇപ്പൊ ശരിക്കും ചെയ്യുന്നത് എന്റെ झंडेനെ, എന്റെ ഫ്ലാഗ്സിനെ അപമാനിക്കുന്ന പോലെയല്ലേ? ഞാൻ ഫ്ലാഗ്, ഇന്ത്യയുടെ ഫ്ലാഗ്, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ പ്രവൃത്തിനെ അമ്മ തല്ലിയാണ് അമ്മ അതിന് പ്രതികരിച്ചത്. അപ്പൊ എന്താ, അമ്മ ശരിക്കും അതിനെ അപമാനിച്ചതിന് തുല്യമല്ലേന്ന് അവൻ ചോദിച്ചുകൊണ്ടിരിക്കാം, മുന്നേ ചോദിച്ചുകൊണ്ടിരിക്കാം അല്ലേ? ആണോ? അല്ല. ശരി. ഓക്കെ. ജബ് മേ റോനെ ലഗാ തബ് തുമ്നെ ചില്ലാ കർ കഹാ. അപ്പോ എപ്പോഴാണ് ഞാൻ റോനെ ലഗാ, റോൻ എന്താ, കരയാൻ തുടങ്ങിയപ്പോ തുമ്നെ, അമ്മ, തുമ്നെ നിങ്ങള്, തുമ്നെ ഉദ്ദേശിക്കും ഇവിടെ തും മുന്നുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാപ്പോഴും തും വരുമ്പോ അമ്മേനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളത് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പൊ എന്താ, ജബ് മേ റോനെ ലഗാ, ഞാൻ കരയാൻ തുടങ്ങിയപ്പോ തുമ്നെ ചില്ലാ കർ കഹാ, അമ്മ തുമ്നെ നിങ്ങളെ ചില്ലാക്കർ, അല്ലെങ്കിൽ നിലവിളിച്ച് ഒച്ച വെച്ച് ശബ്ദമുണ്ടാക്കി, ഉറക്കെയാണ് കുറച്ചും കൂടി നല്ല വാക്ക് അല്ലെ അർത്ഥം കേട്ടോ. ഉറക്കെ, ചില്ലാക്കർ ഉറക്കെ, കഹ പറഞ്ഞു, കഹ മതല പറഞ്ഞു കേട്ടോ, പറയാ, സെഡ് പറഞ്ഞു. എന്ത് പറഞ്ഞു? റോയേഗാത്തോ ഏക് തമാച്ച ഓർ ലഗാവുങ്കി. എന്താ പറഞ്ഞേ? റോയേഗാത്തോ, കരയുകയാണെങ്കിൽ, ഏക് തമാച്ച ഓർ ലഗാവുങ്കി. എന്താണ്? കരയുകയാണെങ്കിൽ ഏക് തമാച്ച, 1 അടി കൂടി എക്സ്ട്രാ നിനക്ക് തരുന്ന പറയാം. എന്താ നമ്മളോട് അമ്മ പറയാറുണ്ട് അല്ലെ, നീ കരഞ്ഞാ 2 അടി കിട്ടും നിനക്ക് അല്ലെ, അമ്മ പറയാറുണ്ട് അല്ലെ. എല്ലാവരും അമ്മയല്ല, ചിലവരും അമ്മ പറയലുണ്ട് അല്ലെ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടേ, നീ കരഞ്ഞാ വേറെ അടി നിനക്ക് കിട്ടും എന്ന് പറയാറുണ്ട്. 2 അടി എക്സ്ട്രാ കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുന്നൂന്റെ അമ്മ എന്താ പറഞ്ഞത്? റോയേഗാത്തോ, ഇനി കരഞ്ഞാല് എന്താ, ഏക് തമാശ ഓർ ലഗാവുങ്കി, 1 അടി കൂടി നിനക്ക് എക്സ്ട്രാ തരുന്ന പറയാം. എക്സ്ട്രാ പാവല്ലേ. നോക്ക്, ക്യാ മുझे रोने की भी स्वतंत्रता नहीं है. അപ്പൊ മുന്നു ചോദിക്കാണ്, വെരി ഇമ്പോർട്ടന്റ് ആണോ? ക്യാ മുझे, എനിക്ക്, ക്യാ മുझे എന്താണ് നമ്മൾ പറയാ, എന്താ എനിക്ക്, റോനെ കി ബി, കരയാനുള്ള പോലും സ്വതന്ത്രത നഹി ഹെ, ഫ്രീഡം ഇല്ലേ, കരയാൻ പോലും എനിക്ക് ഫ്രീഡം ഇല്ലേ അമ്മയെന്ന് ചോദിക്കാണ് കുഞ്ഞ് അല്ലെ. സത്യമല്ലേ? സത്യമല്ലേ? പക്ഷെ കിട്ടിയത് എന്തിനാ കരഞ്ഞത്? എന്തിനാ കരഞ്ഞത് ആള്? നമ്മള് നമ്മുടെ കമീസ്, അതന്നെ കമീസില് കളറെല്ലാം അടിച്ച് ഫ്ലാഗ് ഉണ്ടാക്കാൻ നോക്കിയ അടി കൊണ്ടിട്ട് കരഞ്ഞു. എന്നിട്ട് ഇനി കരഞ്ഞ 2 അടി അല്ലെ, 1 അടി എക്സ്ട്രാ ആയിരുന്നു പറഞ്ഞപ്പോ എന്താ, അപ്പൊ അവൻ ചോദിക്കാണ്, ക്യാ മുझे रोने की भी स्वतंत्रता नहीं है? കരയാൻ പോലും എനിക്ക് ഫ്രീഡം ഇല്ലേ എന്ന് ചോദിക്കാണ്. പാവം അല്ലെ. അപ്പോ എന്താണ്, അവൻ എന്നിട്ട് ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ടെഹറോ വെയിറ്റ് ചെയ്യൂ, ടെഹറോ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാണ്. വെയിറ്റ് എന്ന് പറയാണ്. വെയിറ്റ് കാണിച്ചു തരാം, അമ്മനെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് തരാന്ന് നിൽക്കട്ടാ, തരാട്ടാ എന്ന് പറയാണ്. നോക്ക്, मैं अभी जवाहरलाल जी को चिट्ठी लिखता हूँ कि आप कहते हैं कि സ്വതന്ത്രത മിൽ ഗയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നേ, അമ്മനെ പീഡിപ്പിക്കാണെന്നോ? ടെഹറോ വെയിറ്റ് ചെയ്യുന്ന തരാം എന്ന് പറയാണ്. മേ അഭി, ഞാൻ ഇപ്പോൾ, അഭി ഇപ്പോൾ, മേ അഭി ജവഹർലാൽ ജി കോ ചിട്ടി ലിഖ്താ ഹൂ, ഞാനിപ്പോ ആർക്ക് ചിട്ടി എഴുതും, ആർക്ക് ലെറ്റർ എഴുതുന്ന പറഞ്ഞത്, ചിട്ടി മਤलब ലെറ്റർ ആണ് കേട്ടോ. ഞാനിപ്പോ ആർക്ക് ലെറ്റർ എഴുതുന്ന പറഞ്ഞ എല്ലാവരും കമന്റ് ബോക്സിൽ നിന്നിട്ടേ, ആർക്ക് ലെറ്റർ എഴുതുന്ന പറയുന്നേ? ജവഹർലാൽ ജി. അപ്പൊ ആരാണ് ഈ ജവഹർലാൽ ജി? ആരാണ് ജവഹർലാൽ? ആരാണ്? എന്നാ നമുക്ക് അത് പറഞ്ഞിട്ട് പോവാം. ആരാണ് ജവഹർലാൽ ജി എന്ന് ഉദ്ദേശിക്കുന്നത്? ജവഹർലാൽ നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. യെസ്. അദ്ദേഹം ആരാണ്? നമ്മളെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണല്ലേ. ശരി. അപ്പൊ നമ്മളെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണല്ലേ ജവഹർലാൽ ജി. അപ്പൊ എന്താ,
मैं अभी जवाहरलाल जी को चिट्ठी लिखता हूँ. ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാനിപ്പോ തന്നെ ചാച്ചാജി അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് ഞാനിപ്പോ തന്നെ ലെറ്റർ എഴുതും. എന്നിട്ട് എന്താ പറയുന്നേ? ആപ് കേത്തെ ഹേ കി, നിങ്ങൾ പറയാറുണ്ടല്ലോ, ആപ്പ് ഉദ്ദേശിക്കുക അദ്ദേഹത്തെയാണ് കേട്ടോ. ജവഹർലാൽജി പറയാറുണ്ടല്ലോ സ്വതന്ത്രത മിൽ ഗയി ഹെ, അദ്ദേഹം പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും ഫ്രീഡം കിട്ടിയെന്ന്. കിന്തു പക്ഷേ മുജേ തോ രത്തി പർ സ്വതന്ത്രത നഹി മിലി. പക്ഷേ അവൻ എഴുതുന്ന കാര്യമാണ് കേട്ടോ. അവൻ പറയാണ് നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്താ താങ്കൾ പറഞ്ഞല്ലോ, ആരാണ് നമ്മുടെ ജവഹർലാൽജി പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. പക്ഷേ മുജേത്തോ, എനിക്കാണെങ്കിൽ മുജേത്തോ രത്തീബർ, രത്തീബർ ഒരു പ്രയോഗമാണ്. രത്തീബർ എന്ന് പറഞ്ഞാൽ ഇത്തിരി പോലും, അല്പം പോലും, രത്തീബർ അല്പം പോലും അല്ലെങ്കിൽ ഇത്തിരി പോലും എന്താണ് സ്വതന്ത്രത നഹി മിലി, എനിക്ക് ഇത്തിരി പോലും ഫ്രീഡം കിട്ടിയില്ല എന്ന് പറയാണ്. ആ തുരന്ത് അമ്മാക്കോ ലിഖ് ദീജിയെ. അപ്പൊ പറയാണ് കുട്ടി എന്താണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടാണ്. ആ തുരന്ത്, താങ്കൾ ഉടൻ തന്നെ, തുരന്ത് എന്താ ഉടൻ തന്നെ, അമ്മാക്കോ ലിഖ് ദീജിയ, താങ്കൾ ഉടൻ തന്നെ അമ്മയ്ക്ക് ലെറ്റർ എഴുതൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലിഖ് ദീജിയെ ജിസ്സേ വഹ് മുझे സ്വതന്ത്രത ദേ ദേ. അപ്പൊ എന്താ അവന്റെ റിക്വസ്റ്റ് എന്താണ്? ആ തുരന്ത്, താങ്കൾ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് തിരിച്ച് ലെറ്റർ എഴുതൂ. ലിഖ് ദീജിയെ, ലിഖ്ന എഴുതുക, അതേവനെ എഴുതാ, ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കട്ടവൻ. നമുക്ക് തുരന്ത് ലിഖ് ദീജിയെ, പെട്ടെന്ന് എന്റെ ഈ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ ആയിട്ട് അയച്ചിരിക്കണം. എന്താ അയക്കണ്ടേ? അമ്മാക്കോ ലിഖ് ദീജി, അമ്മയ്ക്ക് ലെറ്റർ എഴുതുക. എന്താ? ജിസ്സേ, അതിനാൽ, അതുകൊണ്ട്, വഹ് മുझे സ്വതന്ത്രത ദേ ദേ, താങ്കളെ ലെറ്റർ കണ്ട് എനിക്ക് ഫ്രീഡം കിട്ടട്ടെ എന്ന് കരുതി പറയാണ്. എന്താണ്? താങ്കളെ എഴുതണം, എനിക്ക് ഫ്രീഡം കൊടുക്കണം എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അപ്പൊ അമ്മ എനിക്ക് എന്ത് തരും? ഫ്രീഡം തരും എന്ന് പറഞ്ഞ് അവന്റെ ആ ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ കഥയും അവസാനിക്കുകയാണ്. നോക്കൂ, परसाई जी ने यह कहानी 1949 में लिखी थी जब जवाहरलाल नेहरू देश के प्रधानमंत्री थे. അതുകൊണ്ടാണ് ജവഹർലാൽജീനെ ഉപയോഗിച്ചത്. പർസായി ജി, നമ്മുടെ ജയശങ്കർ എന്താ പർസായി, ഹരിശങ്കർ പർസായി എന്താണ് യഹ് കഹാനി, ഈ കഥ 1949 എഴുതിയത്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തെ ജബ് ജവഹർലാൽ നെഹ്റു ദേശിക്ക് പ്രധാനമന്ത്രി, അദ്ദേഹം അപ്പോഴത്തെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് മുന്നു അദ്ദേഹത്തിന് എഴുതിയത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ആർക്ക് എഴുതും? നരേന്ദ്രമോദിജിക്ക് എഴുതും അല്ലെ? ശരി, അപ്പോഴെന്താ ജവഹർലാൽജി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതിയത് കേട്ടോ. അപ്പൊ എന്താ പർസായി ജി മുന്നുവിനെ വെച്ചുകൊണ്ട് എന്താണ് കുഞ്ഞുങ്ങൾക്കൊരു ഒരു ഐഡിയ കൊടുക്കണം. വാട്ട് ഈസ് ഫ്രീഡം, ശരിക്കും ഇതൊക്കെയാണോ ഫ്രീഡം എന്ന് അദ്ദേഹം പറയാണല്ലോ. എന്തൊക്കെയാണ് ഫ്രീഡം, ഫ്രീഡം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെല്ലാം അദ്ദേഹം നമ്മളോട് പറയണം. അപ്പൊ നോക്കൂ, നമ്മള് ചോദ്യം കഥ അവസാനിക്കുന്നത് ഇങ്ങനെ ചോദ്യത്തിലാണ്. നോക്കൂ, മേ അഭി ജവഹർലാൽ ജി കോ ചിട്ടി ലിഖ്താ ഹൂം, ഞാനിപ്പോൾ ജവഹർലാൽജിക്ക് കത്തെഴുതും. ചിട്ടി എന്ന ലെറ്റർ ആണ് അല്ലെ, ഇപ്പൊ കത്തെഴുതും. ലഡ്കേനെ ക്യോ ജവഹർലാൽജി കോ ചിട്ടി ലിഖി ഹോഗി, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലഡ്ക, ഇവിടുത്തെ ലഡ്ക ആരാണ്? ലഡ്ക എന്ന് പറഞ്ഞു. ലഡ്കയുടെ പേരെന്താണ്? ലഡ്കേക്ക നാം ക്യാ ഹെ, എല്ലാവരും കമന്റ് ബോക്സിൽ പറഞ്ഞേ ലഡ്കയുടെ പേരെന്താണ്, എല്ലാവരും പറഞ്ഞേ നോക്കട്ടെ. പോരട്ടെ. അമ്മ പറയുന്നുണ്ട്. ശരിയാ, പോരട്ടെ. ലഡ്കേക്ക നാം ഹെ മുന്നു, വെരി ഗുഡ്. അപ്പൊ എന്താ മുന്നു ആണ്. അപ്പൊ ലഡ്കേനെ ജവഹർലാൽ ജി കോ ചിട്ടി ലിഖി, എന്തുകൊണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ക്യോം ലിഖി ഹോഗി, എന്തുകൊണ്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? മുന്നു എന്തുകൊണ്ട് എഴുതിയിട്ടുണ്ടാവുക? ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ ജി ആണ്. പിന്നെ എന്താ അമ്മ അവൻ എന്ത് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. ശരിയാണ്, പ്രധാനമന്ത്രി ജവഹർലാൽ ജി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എഴുതി. ശരി, അത് ശരി ഉത്തരമാണ്, ബെസ്റ്റ് ആൻസർ ആണ്, റൈറ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആണ്, ശരിയാണ്. പക്ഷെ ഇത്തിരിയും കൂടി ഒന്ന് എക്സ്ട്രാ പറഞ്ഞു നോക്കി, ഒന്നുകൂടി നമ്മുടെ കോൺടാക്സിൽ ഉദ്ദേശിച്ച് പറഞ്ഞു നോക്കിയേ. യെസ്, അതെന്താണ്? ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമ്മ അവൻ എന്ത് കൊടുക്കും? യെസ്, സ്വതന്ത്രത കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ കഥ അവസാനിക്കുന്നത് അല്ലെ. അപ്പോ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? നല്ലപോലെ തന്നെ കുഞ്ഞുങ്ങൾ വായിക്കാം. മുന്നു ആരാണെന്നും മായ ആരാണെന്നൊക്കെ നമുക്കറിയാം. 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണെന്ന്. ലാസ്റ്റ് നമുക്ക് കുഞ്ഞ് ആർക്കാ ലെറ്റർ എഴുതുന്നേ? ജവഹർലാൽ ജിക്ക് എഴുതണം. അപ്പോൾ നമ്മുടെ ഹരിശങ്കർ പർസായി ജി സ്വതന്ത്രത അല്ലെങ്കിൽ ഫ്രീഡം എന്താണെന്ന് ഉദ്ദേശിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ എല്ലാവർക്കും വേണ്ടി, എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എഴുതുന്നത്. അപ്പൊ നല്ലപോലെ തന്നെ വായിക്കാം, മീനിങ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കാം. തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ വായിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.